നമസ്കാരം, മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. ഡൽഹി സ്ഫോടനത്തിന്റെ പദ്ധതി ആസൂത്രണം ചെയ്തത് പുൽവാമയിൽ പതിയിരിക്കുന്ന ഗ്രൂപ്പുകളോ? ജയ്ഷെ മുഹമ്മദിനും ലഷ്കർ ഭീകരർക്കും പുൽവാമയിൽ വലിയ വേരുകൾ ഉണ്ടെന്നുള്ളതിന്റെ വിവരങ്ങളാണ് പുറത്തേക്ക് വരുന്നത്. അന്വേഷണത്തിനായി NIA കളത്തിലേക്ക് ഇറങ്ങിയിരിക്കുകയാണ്. കശ്മീർ പോലീസും സൈന്യവും പുൽവാമയിൽ വ്യാപക പരിശോധന തുടങ്ങിയിട്ടുണ്ട്. പോലീസ് കസ്റ്റഡിയിലുള്ള ഡോക്ടർ റാത്തറിനെ NIA ചോദ്യം ചെയ്തു എന്ന റിപ്പോർട്ടുകൾ പുറത്തുവരുന്നുണ്ട്. ഇതിൽ നിന്നാണ് ചില നിർണായക വിവരങ്ങൾ അന്വേഷണ സംഘത്തിന് ലഭിച്ചിരിക്കുന്നത്. ഫരീദാബാദിൽ നിന്ന് കശ്മീർ പോലീസ് കണ്ടെടുത്ത 350 കിലോ RDXന്റെ റൂട്ട് മാപ്പ് നീളുന്നത് പുൽവാമയിലേക്കെന്നാണ് സൂചനകൾ. കസ്റ്റഡിയിലുള്ളവർക്കെല്ലാം പുൽവാമയിൽ കൃത്യമായ കണക്ഷനുണ്ട്. ചാവേറായ ഉമർ പുൽവാമ സ്വദേശിയാണ്. ഡോക്ടർ റാത്തർ പുൽവാമയിൽ വേരുള്ളയാൾ. ഡോക്ടർ മുസമിൽ പുൽവാമ സ്വദേശി. കൂടാതെ ഷക്കീലും കൂട്ടാളികൾക്കും പുൽവാമയിൽ ബന്ധങ്ങളുണ്ട്. ഫരീദാബാദിലെ അൽഫല മെഡിക്കൽ കോളേജിൽ ഡോക്ടറായിരുന്ന ഉമർ 1989 ഫെബ്രുവരി 24 ജമ്മുകശ്മീരിലെ പുൽവാമയിലാണ് ജനിച്ചത്. പുൽവാമ കോയിൽ ഗ്രാമത്തിൽ നിന്നുള്ള ഉമർ അൽഫലാഹ് സർവകലാശാലയിലെ സ്കൂൾ ഓഫ് മെഡിക്കൽ സയൻസസ് ആൻഡ് റിസർച്ച് സെന്ററിലും ജോലി ചെയ്തിരുന്നു. ഇവിടെ പുൽവാമയിൽ വലിയൊരു സംഘം ഇന്ത്യക്കെതിരെ പ്രവർത്തിക്കുന്നുണ്ടോ എന്നുള്ളതാണ് ചോദ്യം. അതായത് രാജ്യത്തിനുള്ളിൽ ഇരുന്നു കൊണ്ട് രാജ്യവിരുദ്ധ പ്രവർത്തനങ്ങൾ നടത്തുന്ന സംഘം പുൽവാമയിൽ വേരുറപ്പിച്ചിട്ടുണ്ടോ എന്നുള്ളതാണ് ഒരു സംശയമായി ഇപ്പോൾ പുറത്തേക്ക് വരുന്നത്. പുൽവാമയിൽ അന്വേഷണവും റെയ്ഡുകളും വ്യാപിപ്പിച്ചിരിക്കുകയാണ് പോലീസും കേന്ദ്ര സംഘങ്ങളും. തിങ്കളാഴ്ച രാത്രി മുതൽ പുൽവാമയിലെ വിവിധ ഗ്രാമങ്ങളിൽ നിന്നുള്ള 5 പേരെയെങ്കിലും ജമ്മുകശ്മീർ പോലീസ് ചോദ്യം ചെയ്യുന്നതിനായി കസ്റ്റഡിയിലെടുത്തിട്ടുണ്ട്. കാറിന്റെ ഉടമയെന്ന് ആരോപിക്കപ്പെടുന്ന പുൽവാമയിലെ സാംപുര ഗ്രാമവാസിയായ അമീർ റാഷിദും ഇതിൽ ഉൾപ്പെടുന്നുണ്ട്. ഇയാളുടെ സഹോദരന്മാരെയും മറ്റു 3 പേരെയും ചോദ്യം ചെയ്യുന്നതിനായി പോലീസ് കസ്റ്റഡിയിലെടുത്തിട്ടുണ്ട് എന്നാണ് വിവരങ്ങൾ പുറത്തുവരുന്നത്. മറ്റൊരു കാര്യവും കൂടി ഇതുമായി കണക്ട് ചെയ്ത് നോക്കണം. 2019 നടന്ന പുൽവാമ അറ്റാക്കിൽ പാക് ഭീകരർക്ക് കശ്മീരിൽ നിന്ന് സഹായം ലഭിച്ചിട്ടുണ്ട്. അതായത് പുൽവാമയിൽ നിന്ന് ഭീകരർക്ക് എല്ലാ സഹായവും എത്തിയിരുന്നു. പുൽവാമ കേന്ദ്രീകരിച്ച് രാജ്യത്തിനെതിരെ നീക്കം നടക്കുന്നുണ്ട് എന്നുള്ള ഒരു സംശയം ഇവിടെയാണ് ദൃഢമാകുന്നത്. 2019 ഫെബ്രുവരി 14 ഉച്ച കഴിഞ്ഞ് 3:15 രാജ്യത്തെ നടുക്കിയ പുൽവാമ അറ്റാക്ക് നടന്നത്. റിസർവ് പോലീസ് സേനയിലെ 2500ഓളം സൈനികർ ഉൾപ്പെടെയുള്ളവർ ജമ്മുവിൽ നിന്ന് ശ്രീനഗറിലേക്ക് സഞ്ചരിക്കുകയായിരുന്നു. ദേശീയപാത 44-ൽ അവന്തിപുരയ്ക്കടുത്ത് RDX നിറച്ച ഒരു സ്കോർപിയോ വാൻ സൈനിക വാഹന വ്യൂഹത്തിലേക്ക് ഇടിച്ചു കയറുകയായിരുന്നു. ഉഗ്രസ്ഫോടനത്തിൽ കാറും ബസും തിരിച്ചറിയാനാകാത്ത വിധം തകർന്ന് തരിപ്പണമായി കത്തിയമർന്നു. മൃതദേഹങ്ങൾ 100 മീറ്റർ ചുറ്റുവട്ടത്ത് ചിതറിത്തെറിച്ചു. പൂർണ്ണമായി തകർന്ന 76-ാം ബറ്റാലിയന്റെ ബസിൽ 40 പേരാണ് ഉണ്ടായിരുന്നത്. നിരവധി ജവാന്മാർക്ക് ഈ ആക്രമണത്തിൽ പരിക്കേൽക്കുകയും ചെയ്തിരുന്നു. ഇതിന് വലിയ തിരിച്ചടിയായിരുന്നു പാകിസ്ഥാനിൽ കയറി ഇന്ത്യ കൊടുത്തത്. പാക് ഭീകര സംഘടനയായ ജയ്ഷെ മുഹമ്മദ് ആയിരുന്നു അന്ന് പുൽവാമ ആക്രമണത്തിന് പിന്നിൽ. ഡൽഹിയിലെ സ്ഫോടനത്തിലും പുൽവാമ ബന്ധമുള്ളവരാണ് പിടിയിലായിരിക്കുന്നത്. ഇവർക്കും ജയ്ഷെ മുഹമ്മദുമായി ബന്ധമുണ്ട്. അതായത് ഈ നടന്നിരിക്കുന്ന ആക്രമണങ്ങൾ ഒക്കെ തന്നെ കണക്റ്റഡ് ആണോ എന്നുള്ളതാണ് സംശയം ബലപ്പെടാൻ കാരണമാകുന്നത്. ചെങ്കോട്ടയിൽ ചാവേറായി പൊട്ടിത്തെറിച്ച ഉമർ മുഹമ്മദിന്റെ അമ്മയും സഹോദരന്മാരും ഇപ്പോൾ പോലീസ് കസ്റ്റഡിയിലാണ്. ഇവരെ കൂടുതൽ ചോദ്യം ചെയ്തു വരികയാണ്. കൂടാതെ മൃതദേഹം ഉമറിന്റേതാണോ എന്ന് സ്ഥിരീകരിക്കുന്നതിന് വേണ്ടി ഉദ്യോഗസ്ഥർ ഇവരുടെ DNA സാമ്പിളുകൾ ശേഖരിച്ചിട്ടുണ്ട്. 350 കിലോ RDX ഡൽഹിയിൽ പ്രയോഗിക്കാനായിരുന്നു ഇവർ പ്ലാനിട്ടത്. ഡോക്ടർ മുസമിൽ ഷക്കീൽ, ഡോക്ടർ ആദിൽ അഹമ്മദ് റാത്തോർ എന്നിവരെ അറസ്റ്റ് ചെയ്യുകയും സ്ഫോടക വസ്തുക്കൾ പിടിച്ചെടുക്കുകയും ചെയ്തതോടെയാണ് ഉമർ ആകെ പരിഭ്രാന്തനാകുന്നത്. തങ്ങളിലേക്കും അന്വേഷണം എത്തുന്നോ എന്നുള്ള ഒരു ഭയം അവർക്കുണ്ടാകുന്നു. ഉടൻ തന്നെ ഉമർ കാറിൽ ഒപ്പമുണ്ടായിരുന്നവരുമായി ആക്രമണം ആസൂത്രണം ചെയ്യുകയും കാറിൽ ഒരു ഡിറ്റണേറ്റർ സ്ഥാപിക്കുകയും സ്ഫോടനം നടത്തുകയുമായിരുന്നു. അതായത് കൂട്ടത്തിലുള്ള ഗ്രൂപ്പ് പിടിയിലായതോടുകൂടി ഇവർ പെട്ടെന്ന് ആക്രമണം ആസൂത്രണം ചെയ്ത് നടപ്പാക്കുകയായിരുന്നു. ആ 350 RDX പ്രയോഗിക്കാൻ കഴിഞ്ഞില്ല. ഈ തീവ്രവാദികളെ പിടികൂടാൻ കഴിഞ്ഞിരുന്നില്ല എങ്കിൽ വലിയ ഒരു ദുരന്തം ഡൽഹിയിൽ സംഭവിക്കുമായിരുന്നു. ഡോക്ടർ ഉമർ മുഹമ്മദിന്റെ ആദ്യ ചിത്രം സമൂഹ മാധ്യമങ്ങളിലൂടെ പുറത്തു വന്നിട്ടുണ്ട്. ഇവരുടെ കൂടുതൽ കൂട്ടാളികളെ കണ്ടെത്തുന്നതിനുള്ള നീക്കത്തിലേക്ക് അന്വേഷണ സംഘം കടന്നിരിക്കുകയാണ്. ഈ കസ്റ്റഡിയിലുള്ള ഡോക്ടർ ആദിൽ തീവ്ര മുസ്ലിമാണ്. മറ്റു മതക്കാരുമായി ഇയാൾ ഇടപെട്ടിരുന്നതേയില്ല എന്നാണ് വിവരങ്ങൾ. ആദിൽ തന്റെ വിവാഹത്തിന് മുസ്ലിം ഡോക്ടർമാരെ മാത്രമാണ് ക്ഷണിച്ചിരുന്നത്. ആശുപത്രി ഡയറക്ടർ ഡോക്ടർ മനോജ് മിശ്ര ഉൾപ്പെടെയുള്ളവരെ ഒഴിവാക്കി നിർത്തി എന്നുള്ള വിവരങ്ങളും പുറത്തേക്ക് വരുന്നുണ്ട്. ഒന്ന് ഓർത്തു നോക്കണം, ഒരു ഡോക്ടറാണ് അയാൾ.
അയാൾക്ക് മുൻപിലെത്തുന്ന രോഗികളെ മതവും ജാതിയും ഒന്നും നോക്കാതെ പരിശോധിക്കുകയും പരിചരിക്കുകയും ചെയ്യേണ്ട ഒരാളാണ്. പക്ഷേ തീവ്രവാദം തലയ്ക്ക് പിടിച്ചു പോയി കഴിഞ്ഞാൽ ഇതാണ് ഉണ്ടാകുന്ന ദുരന്തങ്ങൾ. അന്വേഷണ സംഘം തന്നിലേക്ക് എത്തുന്നു എന്നും അറസ്റ്റ് ഉടൻ ഉണ്ടാകും എന്നുള്ള ഒരു സൂചന ഇയാൾക്ക് ലഭിച്ചതിന് തൊട്ടടുത്ത നിമിഷം തന്നെ ഇയാൾ അമ്മയ്ക്ക് സുഖമില്ല എന്ന് പറഞ്ഞുകൊണ്ട് ആശുപത്രിയിൽ നിന്ന് അവധിയെടുത്തിരുന്നു. കൂടാതെ അറസ്റ്റിനെ തുടർന്ന് ആശുപത്രി ഭരണകൂടം ഉടൻ തന്നെ ഡോക്ടർ ആദിലിനെ ജോലിയിൽ നിന്ന് ഇപ്പോൾ പിരിച്ചുവിട്ടിട്ടുണ്ട്. ഡോക്ടർ ബാബറിനെയും മറ്റ് 4 ഡോക്ടർമാരെയും അന്വേഷണത്തിനായി അവധിയിൽ പ്രവേശിപ്പിച്ചിട്ടുണ്ട്. ഇപ്പോൾ ഈ ആശുപത്രി പരിസരത്ത് മുഴുവൻ അന്വേഷണം ശക്തമാക്കിയിരിക്കുകയാണ്. തിങ്കളാഴ്ച രാവിലെ മുതൽ തന്നെ NIA, IB, ATS തുടങ്ങിയ സംഘങ്ങൾ ഈ മേഖലയിൽ ശക്തമായ നിരീക്ഷണവും റെയ്ഡുകളും ഒക്കെ നടത്തുന്നുണ്ട്. മണിക്കൂറുകളോളമായിരുന്നു റെയ്ഡ് നടന്നത്. ആശുപത്രി രേഖകളും CCTV ദൃശ്യങ്ങളും ഒക്കെ അന്വേഷണ സംഘം കൊണ്ടുപോയിട്ടുണ്ട്. കൂടാതെ ജീവനക്കാരെ ചോദ്യം ചെയ്യുകയും ചെയ്തിട്ടുണ്ട്. ഡോക്ടർ ആദിലിന്റെ അടുത്ത കൂട്ടാളികളുടെ ബാങ്ക് അക്കൗണ്ടുകളും മൊബൈൽ വിശദാംശങ്ങളും അന്വേഷണ സംഘം പരിശോധിച്ചു വരികയാണ്. ആദിൽ ഉൾപ്പെടെയുള്ള സംഘങ്ങളെ കൃത്യമായ പ്ലാനിട്ടാണ് പോലീസ് തൂക്കിയത്. അതായത് രഹസ്യാന്വേഷണ ഏജൻസികളുടെ നിരീക്ഷണത്തിലായിരുന്നു ഈ ആശുപത്രി. എല്ലാ രാത്രിയിലും 8 മുസ്ലിം യുവാക്കൾ ഡോക്ടർ ആദിലിനെ സന്ദർശിക്കാറുണ്ട് എന്നുള്ള ഒരു ഞെട്ടിക്കുന്ന വിവരവും അന്വേഷണത്തിൽ വെളിപ്പെട്ടു. തുടർന്ന് നടത്തിയ അന്വേഷണത്തിലാണ് ഈ വിവരങ്ങളെല്ലാം പുറത്തേക്ക് വരുന്നതും സ്ഫോടക വസ്തുക്കൾ ഉൾപ്പെടെ പിടിച്ചെടുക്കുന്നതും. ന്യൂസ് ഡെസ്ക് മലയാളി വാർത്ത.